A net kota with block print. പോളി ഗീച്ച കോട്ടൺ മെറ്റീരിയലുള്ള സാരി. മുങ്ക കോട്ടണില് വാർലി പ്രിന്റ് കേട്ടോ. ബാസോഡ ദുപ്പട്ട വിത്ത് എംബ്രോയിഡറി. ഇത് നല്ല അടിപൊളി കേട്ടോ. 295 ഫുൾ ദുപ്പട്ടാസ്, അതും ഭാഗൽപുരി ദുപ്പട്ടാസ്. ഇതാണ് മധുബനി പ്രിന്റ് സാരിയില്. ഇതൊക്കെ 995 പശ്മിന കോട്ടൺ വിത്ത് ബാട്ടിക് പ്രിന്റ്. ഈ റൂം മൊത്തം ദുപ്പട്ടാസ് ആണല്ലോ. സിൽക്ക് കോട്ടൺ ദുപ്പട്ട. സിൽക്ക് കോട്ടൺ. ചന്ദേരിയില് ബ്രഷ് പെയിന്റ്. മട്ക കോട്ടൺ പ്രിന്റഡ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത്. റോ സിൽക്ക് ചന്ദേരിയില്. ഇതൊക്കെ സൂപ്പർ ഒരു കളക്ഷൻ കണ്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നത്. നെറ്റ് കോട്ട ഗംഗ ജമുന ബോർഡർ. സെപ്പറേറ്റ് ഒരു ഭാഗൽപുരി സ്റ്റോറിൽ ഭാഗൽപുരി കളക്ഷൻസ്. ഓർഗൻസ ടൈ ആൻഡ് ഡൈ ദുപ്പട്ട കണ്ടോ. കോട്ട ഡോറി ദുപ്പട്ട. ചെക്ക് മുങ്ക കോട്ടൺ പ്രിന്റഡ്. മധുബനി പ്രിന്റിന്റെ ദുപ്പട്ട കണ്ടോ. ഗംഗ ജമുന ലഹറിയ മോഡൽ. ഇത് ടോപ്പ് മാത്രമേ. ഖാദി കോട്ടണില് പ്രിന്റ് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം ഭാഗൽപുരി കളക്ഷൻസ്. അപ്പൊ ഭാഗൽപൂർ കളക്ഷൻസ് കാണിക്കാനായിട്ട് ഭാഗൽപൂർ വരെ പോണോ? വേണ്ട, നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ കേട്ടോ. കേരളത്തിൽ വന്നിരിക്കുന്നത് ഫുൾ ഭാഗൽപൂർ കളക്ഷൻസിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. അതില് ദുപ്പട്ടാസ് അങ്ങനെ എല്ലാം വെറൈറ്റീസ് ഉണ്ട്. ദുപ്പട്ടാസിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ദുപ്പട്ടാസ് മാത്രമല്ല, സാരീസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ഭാഗൽപൂർ കളക്ഷൻസ്. അതുകൂടാണ്ട് ഇവിടെ വേറെ ഒന്നും കിട്ടില്ല. ഒക്കെ ഭാഗൽപൂരി കളക്ഷൻസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം എറണാകുളത്ത്. ഇനി ഷോപ്പിൻ്റെ പേര് അത് അകത്ത് ചെന്ന് പറഞ്ഞാലോ. വാ. ഫുൾ ദുപ്പട്ടാസ്, അതും ഭാഗൽപൂരി ദുപ്പട്ടാസ്. അങ്ങനെ എല്ലാ തരം വെറൈറ്റി ഉണ്ട്. ആക്ച്വലി ഇത് ഒരു ഷോപ്പിൻ്റെ ഒരു ഫീലിംഗ് അല്ല, ഒരു ഭാഗൽപൂരി സ്റ്റോർ, ഒരു ബുട്ടിക് കളക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഫുൾ എന്തൊക്കെയാണ് വെറൈറ്റീസ് ഇവിടെ ചോദിക്കേണ്ടി വരും. हाय कैसे हो? ठीक है, सब बढ़िया. हाँ, यहाँ पे क्या मिलता है? यहाँ पर भागलपुर का सारा आइटम मिलेगा आपको. भागलपुर तो बिहार तक जाने का जरूरत नहीं है. नहीं. बिहार വരെ പോണ്ട ആവശ്യമില്ല. ഭാഗൽപുരി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. वैसे क्या क्या मिलता है यहाँ पे? रनिंग मटेरियल्स है, दुपट्टा है, फैब्रिक्स है, साड़ीज है. ദുപ്പട്ടാസ് में सारा വെറൈറ്റീസ്. ദുപ്പട്ടാസിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ്, അതുപോലെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അതിന് വേണ്ട ദുപ്പട്ടാസിൻ്റെ വെറൈറ്റീസ്. ടോപ്പ് മാത്രമാണെങ്കിൽ ടോപ്പ്, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്. പിന്നെ സാരീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ സാരീസിനെ കുറിച്ച് പറയാം. നെറ്റ് കോട്ട മെറ്റീരിയലിലാണ് ഈ ഒരു സാരി. ഇതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് കാണാനുണ്ട്. പക്ഷേ ഇത് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഫുൾ ഭാഗൽപുരി. അപ്പം ഈ സൈഡിലാണെങ്കിൽ മൊത്തം दुपट्टासिന്റെ ഇത്രയും വെറൈറ്റീസ്. आइए मुझे दिखाइए क्या क्या यहाँ पे है करके. ओके, ये दुपट्टा है. दुपट्टास ये पूरा दुपट्टा है. पूरा दुपट्टा है. ഇത് ഫുൾ ദുപ്പട്ടാസ്. അതും പല മെറ്റീരിയലിൽ ഇരിക്കുന്ന ദുപ്പട്ടാസ്. പൂര ഡിഫറെന്റ് വെറൈറ്റീസ്. അപ്പൊ ശരിക്കും ഇവര് ഓർഡർ ബേസിലും ചെയ്യുന്നുണ്ട്, അല്ലാത്ത കുറെ കളക്ഷൻസ് ഉണ്ട്. മുങ്ക കോട്ടൺ പ്രിന്റഡ്. मूंगा कॉटन दुपट्टा. अब इधर ये प्रिंट सब एकदम सब अच्छा है. हाँ, कुछ निकलने वाला नहीं है. कुछ नहीं. और मतलब कलर्स ऐसा कुछ मिलेगा या फिर इसमें? इसमें वेराइटीज कलर्स मिल जाएगा, डिजाइन मिल जाएगा. ഡിസൈൻ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഇതൊരു ദുപ്പട്ട. ഇത് മൂങ്ക കോട്ടൺ മെറ്റീരിയൽ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത ദുപ്പട്ടയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒക്കെ കളേഴ്സ് ചോദിച്ചാൽ ഇതുണ്ട് കേട്ടോ. ഇത് ഇനി എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചി, നമ്മുടെ എറണാകുളം. നെറ്റ് കോട്ട വിത്ത് ബ്രഷ് പ്രിന്റ്. യെസ്, नेट कोटा विद ब्रश पेंट. ഫുൾ ബ്രഷ് പെയിന്റ്. ഇതിന്റെ ഡിസൈൻ പ്രിന്റ് പ്രിന്റ് പോവില്ലാന്ന്, അത് ഗ്യാരണ്ടി. കാരണം എന്താണെന്നറിയോ, ഇവർ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഇവർ നോർത്ത് സൈഡിൽ നിന്ന് വെച്ചാൽ ബീഹാറിലുള്ള ആൾക്കാരാണ്. അത് ഭാഗൽപൂരിൽ നിന്ന് ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ ഓൺ ഫാക്ടറി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഭാഗൽപൂരി കളക്ഷൻസ് മൊത്തം ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ദുപ്പട്ട കണ്ടോ നെറ്റ് കോട്ടയിൽ ബ്രഷിന്റെ. പിന്നെ കോട്ടഡോറി ദുപ്പട്ട. കോട്ടഡോറി ഓരോരോ മെറ്റീരിയലിന്റെ പേര് കേട്ടോ. कोटा डोरिया അതില് ഫുൾ പ്രിന്റഡ്. ये प्रिंटेड अलग अलग आएगा ना? ये अलग अलग डिजाइन मिल जाएगा. डिजाइन्स ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. डिजाइन एंड कलर्स मिल जाएगा. ये सारा डिजाइन ഇത് ഫുൾ കാണുന്നത് കണ്ടോ. ഫുൾ ഇഷ്ടം പോലെ കളേഴ്സ്. മതലബ് ഹോൾസെയിലാണ് ഇത് മെയിനായിട്ട്. അതും കൂടി പറയാം. നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് കിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുമ്പോൾ അത് എത്ര പീസ് വരും, അത് കടക്കാർക്ക് കിട്ടും. അത് എത്ര പീസായാലും അതൊന്നും പ്രശ്നമില്ല. അത് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്രസ്സ് ഇത് എറണാകുളമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് അറിയണമെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അഡ്രസ്സ് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമുക്ക് ഒരു സ്ഥലത്ത് ഒരേ ഏരിയയിൽ ഒരു ഷോപ്പുകാർക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് എല്ലാവർക്കും വാരി വലിച്ച് അങ്ങനെ സപ്ലൈ ഇല്ല. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ ആദ്യം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടയിലേക്ക് ഇത് വെക്കാം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹോൾസെയിലാണ് കേട്ടോ. അപ്പോൾ ദുപ്പട്ടാസിൻ്റെ ഈ നെറ്റ് കോട്ട വിത്ത് ബ്ലോക്ക് പ്രിന്റ്, ബ്ലോക്ക് ആൻഡ് ഹാൻഡ് പ്രിന്റ്.
ओके, ब्लॉक एंड स्क्रीन प्रिंट। स्क्रीन प्रिंट, ये सब आप लोग का ये फैक्ट्री में? सब फैक्ट्री में। ഫാക്ടറി എന്ന് വെച്ചാൽ ഭാഗൽപുരിയിലെ ഫാക്ടറിയില്ലേ? ഞാൻ വീണ്ടും പറയാണ്, ഇത് ട്രേഡേഴ്സ് അല്ല, ഡയറക്റ്റ് ഭാഗൽപുരിയിൽ നിന്ന് ഇവർ കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അത് ഓർഡർ ബേസിലാണ്. ഞാൻ पे ज्यादा ऑर्डर बेस होता है ना? ऑर्डर बेस. ഓർഡർ ബേസിലാണ് കൂടുതൽ. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യം വെച്ചിട്ട് ഓർഡർ ബേസിൽ നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട്. നേരിട്ട് വരാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറേ സിൽക്ക് കോട്ടൺ ദുപ്പട്ട. സിൽക്ക് കോട്ടൺ കണ്ടോ, ദുപ്പട്ടാസിന്റെ വെറൈറ്റീസ് കണ്ട് കണ്ട് തീരില്ല, അത്രയും വെറൈറ്റീസ് ഉണ്ട് ദുപ്പട്ടാസിൽ മാത്രം. അടുത്ത നോക്കിയാലോ, ഫുൾ ഗ്രീൻ ആണല്ലോ കുറച്ച് കൂടുതൽ കാണിക്കണത് മൊത്തം. ആ ഗ്രീൻ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? മലയാളം അറിയൂട്ടാ അടിപൊളിയായിട്ട്. മലയാളം പറഞ്ഞ എന്താ പേര്? ആരിഫ്. ആരിഫ്. എത്ര നാളെ ഇവിടെ? 7 വർഷം. 7 വർഷം കേട്ടാ. മലയാളം പറയും, പക്ഷെ നമ്മുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ മലയാളം വ്യത്യാസമുണ്ട്, നമുക്ക് തന്നെ മലയാളം അറിയില്ല മര്യാദയ്ക്ക്. അത് വേറെ കേസ്. എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ ഉണ്ട് വേറെ വേറെ ഡിസൈൻ. ഇതേതാ മെറ്റീരിയല്? നെറ്റ് കോട്ട മെറ്റീരിയൽ. എംബ്രോയിഡറി വേണമെങ്കിൽ എംബ്രോയിഡറി, ബ്ലോക്ക് പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ്, ബ്രഷ് പെയിന്റ് വേണമെങ്കിൽ എങ്ങനെ അതെ. അപ്പോ അടുത്തടുത്ത ഈ ഒരു ദുപ്പട്ടയും ഫുൾ സെയിം തന്നെ. അതില് നെറ്റ് കോട്ട മെറ്റീരിയൽ തന്നെ, അതിൽ എംബ്രോയിഡറിയുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ചെറിയ ഇങ്ങനെ ബുട്ടാസ് അങ്ങനെ വരുന്നത്. അതിന്റെ കളേഴ്സ് അല്ലേ, ഡിഫറെന്റ് കളേഴ്സ് കണ്ടോ? ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ദുപ്പട്ടാസിൻ്റെ 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 5 മണിക്കൂർ നിന്നാലും കഴിയില്ല, അത്രയും വെറൈറ്റീസ് ഉണ്ട്. ചെക്ക് മൂംഗ കോട്ടൺ പ്രിന്റഡ്. ചെക്ക് മൂംഗ കോട്ടൺ ട്ടോ. ഇത് പ്രിന്റഡാ, അത് വിത്ത് ടെസിൽസിലോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിൻ്റെ പേരെന്താ? സഹർ സിൽക്ക്. സഹർ സിൽക്ക്, SAHR സഹർ സിൽക്ക്. അപ്പോൾ ആ സഹർ സിൽക്കിന്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ആ ഇൻസ്റ്റാ പേജിൽ കയറി കഴിഞ്ഞാൽ ഫുൾ കളക്ഷൻസ് കാണാൻ പറ്റും. അതില് ഫുൾ ഡീറ്റെയിൽസ് ഇടും, ഓരോരോ വീഡിയോ ഇടും, ഇവിടുത്തെ കളക്ഷൻസ് ഇടും. ഓക്കെ, ഇത് ഏതാ പറഞ്ഞ? ഇത് നെറ്റ് കോട്ട പ്രിന്റഡ്. കളേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ അറിയാലോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. അതിന്റെ ദുപ്പട്ടാസാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇത് വാർലി പ്രിന്റ് ആണ്. നെറ്റ് കോട്ടയില് മൂംഗ കോട്ടണില് വാർലി പ്രിന്റ് കേട്ടോ ഇത്. അപ്പോൾ പ്രിന്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഉണ്ട്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഇതുപോലെ പ്രിന്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് നെറ്റ് കോട്ട ഗംഗ ജമുന ബോർഡർ. ഗംഗ ജമുന, അതെ, ഗംഗ ജമുന ബോർഡർ. ഒന്നുകൂടി പറഞ്ഞേ. നെറ്റ് കോട്ട ഗംഗ ജമുന ബോർഡർ. അതിന്റെ ദുപ്പട്ടയാട്ടോ ഇത്. അപ്പോൾ നമുക്ക് ദുപ്പട്ട സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എത്ര വരും? ഒരു 295 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് റേറ്റുകൾ കയറി പോവും. അപ്പോൾ പല ഇതിനും പല റേറ്റാണ്. റേറ്റ് കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫുൾ ഭാഗൽപുരി സ്റ്റൈലിലുള്ള ദുപ്പട്ടാസ്. മൂംഗ സിൽക്ക് ദുപ്പട്ട, മൂംഗ സിൽക്ക് പ്രിന്റഡ് ദുപ്പട്ട. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ദുപ്പട്ട യൂസ് ചെയ്യണവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല കളക്ഷൻസ് ഉണ്ട്. ബുട്ടിക്കാരാണെങ്കിൽ അവർക്ക് ഇതുപോലെ നല്ല നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് കളക്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതെന്താ മെറ്റീരിയൽ? നെറ്റ് കോട്ട പ്രിന്റഡ് വിത്ത് എംബ്രോയിഡറി. ഓ, രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് അല്ലേ? ഓക്കെ, ഇതാ ഇത് ഫുൾ എംബ്രോയിഡറി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ അതിൻ്റെ കളേഴ്സാണ്. ഈ കാണുന്നത് മൊത്തം പല പല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കളേഴ്സും അവൈലബിൾ ആണ്. ദുപ്പട്ടാസിൻ്റെ നല്ല നല്ല കളക്ഷൻ. ഇതൊക്കെ എന്താ? സ്റ്റോൾ. അപ്പോൾ ദുപ്പട്ടാസ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോളിലേക്ക് പോവാം. ദുപ്പട്ടാസ് ഇനി ഇതേതാ? ഓർഗൻസ ടൈ ആൻഡ് ഡൈ ദുപ്പട്ട കേട്ടോ. എന്താ രസമല്ലേ? ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഫുള്ളി ഇരിക്കുന്നത് അതിൻ്റെ ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ ഒക്കെ 4-5 ഷെയ്ഡ് വ്യത്യാസമായിട്ട് അങ്ങനെ വരുന്ന കളക്ഷൻസ് ആണ്. ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടാസ് കേട്ടോ. അടിപൊളി കേട്ടോ, ഇത്രയും വെറൈറ്റീസ്. പിന്നെ ഇത് ചന്ദേരി സിൽക്ക് പ്രിന്റ്, അതിൽ പ്രിന്റഡ് അല്ലേ? അപ്പൊ ഇത് ഇപ്പൊ ഇതന്നെ സെയിം നമുക്ക് ഇത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്തു തരുമോ? ഫാക്ടറിയിൽ ചെയ്തു തരും. ഇപ്പൊ എത്ര പീസ് ഉണ്ടാവും അങ്ങനെ? ഓർഡർ ബേസിലല്ലേ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന പീസ് എന്ന് വെച്ചാൽ ഇതിന്റെ തന്നെ സെയിം പീസ് ഉണ്ടാവില്ലേ? ഉണ്ട്. ഓക്കെ, ഇതിന്റെ തന്നെ സെയിം പീസ് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഓർഡർ ബേസിൽ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇരിക്കുന്നത് ഒക്കെ ഡിഫറെൻറ്റ് ആണ്. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പറയുമ്പോൾ അതിൽ തന്നെ ഇതൊക്കെ ഡിഫറെൻറ്റ് പ്രിന്റ്സാണ് വരുന്നത്. കാണുമ്പോൾ എല്ലാം ഒരുപോലെ, പക്ഷെ ഒക്കെ ഡിഫറെൻറ്റ് അല്ലേ? ഒക്കെ ഡിഫറെൻ്റ് അല്ലേ? അപ്പം നമ്മൾ നേരത്തെ വാർലി പ്രിന്റ് എന്ന് പറഞ്ഞില്ലേ, ആ വാർലി പ്രിന്റിൻ്റെ ആണ് ഇത് മൊത്തം അല്ലേ? ഇത് വാർലി പ്രിന്റ് അല്ലേ? ഇത് വാർലി പ്രിന്റിൻ്റെ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഐറ്റംസാണ്. ഇനി ഏതാ വെറൈറ്റി? ഓരോരെണ്ണം കാണിച്ച് വെറൈറ്റി തന്നെയുള്ളൂ ഞങ്ങൾക്ക്.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. ഇത് മുംഗ കോട്ടൺ പ്രിന്റഡ്. ഇത് ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ, എക്സ്ക്ലൂസീവ് സ്റ്റോറാണ് ഇത് വരുന്നത്. നമുക്ക് ഇതിൽ വരുന്നില്ലേ ചന്തേരി കാണിച്ചു അല്ലേ, ഖാദി കോട്ടൺ കാണിക്കാം. അത് അപ്പുറത്തെ സൈഡാണ് വെച്ചാൽ ഈ ഒരു റൂം മാത്രമല്ല, ഞങ്ങൾക്ക് 2-3 റൂം ഫുൾ ദുപ്പട്ടാസ്. ഇതേതാ? സിൽക്ക് കോട്ടൺ പ്രിന്റഡ് ദുപ്പട്ട. അപ്പോൾ 295 ആണ് സ്റ്റാർട്ടിങ് റേറ്റ്. 295 തൊട്ട് അവിടെ അങ്ങോട്ട് റേറ്റ് കയറിപ്പോൾ റേറ്റ് നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെ റേറ്റ് പറഞ്ഞിട്ടും കാര്യമില്ല. ഓർഡർ ബേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ എടുക്കണതിനനുസരിച്ചിട്ട് അതിനായിട്ട് പിന്നെ ഒരു ഏരിയയിൽ ഒരു ഷോപ്പിൽ മാത്രമായിരിക്കും ഈ ഒരു ബാഗൽപൂരി കളക്ഷൻസ് സപ്ലൈ കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്നവർക്ക് സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കടയിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ബാഗൽപൂരിയിൽ ഡയറക്റ്റ് പോകേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ സെയിം റേറ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നും മേടിക്കുന്നതൊക്കെ സെയിം തന്നെ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നേരിട്ട് വന്നിട്ട് അപ്പോൾ ആ ട്രാവലിംഗ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ലാഭമാവും. നമുക്ക് ഡേ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ആകുമ്പോൾ പിന്നെയും ട്രാവലിങ്ങും അവിടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എക്സ്പെൻസ് അതൊക്കെ പോകില്ല. അപ്പോൾ ഡയറക്റ്റ് ഇവിടേക്ക് വരാം, ഇവിടുന്ന് കളക്ഷൻസ് പിക്ക് ചെയ്യാം. അപ്പോൾ ഇതേതാ പറഞ്ഞ നെറ്റ്കോട്ട വിത്ത് സ്കാലപ്പ് ബോർഡറിൽ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് സ്കാലപ്പ് വരുന്നത് കേട്ടോ. പറയൂ. നെറ്റ്കോട്ട പ്രിന്റഡ് വിത്ത് എംബോഡറി. യെസ്, അത് കട്ട് വർക്ക് ഉണ്ട് കേട്ടോ. ഇതാ കട്ട് വർക്ക് ഉണ്ട് അതിൽ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കട്ട് വർക്ക്. പിന്നെ ഇത് മിറർ വർക്ക് അല്ലേ? ആ, സെമി റോ സിൽക്ക് മെറ്റീരിയലിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. സെമി റോ സിൽക്ക് വിത്ത് മിറർ കണ്ടോ. ഇത് കളേഴ്സ് ഉണ്ട്. വീണ്ടും പറയാണ്, നമ്മൾ കാണുന്ന കളേഴ്സ് ഒന്നുമല്ല. വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കില്ലേ? അപ്പോൾ അങ്ങനെ കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? 9:30 to 8:30. സൺഡേ ഓപ്പൺ? സൺഡേ ഓപ്പൺ ആണ്. അപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഡയറക്റ്റ് നമ്മൾ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് ചോദിക്കുക എവിടെയാണ് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസ്. പിന്നെ ഇത് നോക്കിയേ, ഇത് സെമി റോ സിൽക്ക്. അതിൽ തന്നെ ഒക്കെ ഗ്രീനിലൊക്കെ ആകുമ്പോൾ നല്ല കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സെമി റോല് ഫുൾ ദുപ്പട്ടാസ്. ഈ ഒരു ഫുൾ റൂം നിങ്ങൾക്ക് ദുപ്പട്ടാസ് മാത്രമായിരിക്കും കിട്ടുക. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇത് റോ സിൽക്ക് റോ സിൽക്കിൽ. അപ്പോൾ ഈ റോ സിൽക്കിൻ്റെ ആണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ഫുൾ കളക്ഷൻസ് ആണ് ഇപ്പം ഈ ഇരിക്കുന്നത് മൊത്തം. ഇത് മിക്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ എവിടെ നിന്ന് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇതൊക്കെ കട്ട് വർക്കിൽ കണ്ടോ. ഇത് കട്ട് വർക്കല്ലേ? കണ്ടോ, ഇത് കട്ട് വർക്ക് നേരത്തെ നമ്മൾ കാണിച്ചു. അതിന് തന്നെ കുറേ വലുതും ചെറുതായിട്ട് പല കട്ട് വർക്കിലും നമുക്ക് അവൈലബിൾ ആണ്. ബ്രഷ് പെയിൻറ്റിൽ വേണമെങ്കിൽ ബ്രഷ് പെയിൻറ്റിൽ. അടുത്തത് ദുപ്പട്ടാസ് വെറൈറ്റീസ്. ഇത് ചന്ദേരി സിൽക്ക് വിത്ത് എംബ്രോയിഡറി, പ്രിന്റ് വിത്ത് എംബ്രോയിഡറി കണ്ടോ. ചന്ദേരി സിൽക്കിൽ കേട്ടോ. പിന്നെ ഏത് പ്രിന്റ് വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ പ്രിന്റ് വേണ്ട, വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ മെക്ക് ടു ഓർഡർ ആയിട്ടും ഇവർ ചെയ്ത് തരുന്നതായിരിക്കും. ഇവരുടെ മട്ക കോട്ടൺ. ഈ പ്രിന്റ് പോലെയല്ല വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരില്ല. ഞാൻ ദുപ്പട്ടാസ് അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചറിയണ്ടേ ഇത് പോവില്ലേ എന്നുള്ളത്. അപ്പോൾ ദുപ്പട്ടാസിൻ്റെ കുറേ പ്രിൻറ്റ്സ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്, നോർമൽ പ്രിൻറ്റ് വരുന്നുണ്ട്, കട്ട് വർക്ക് വരുന്നുണ്ട്, സ്കാലപ്പ് വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് നല്ലതാണ്. ഖാദി. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖാദി എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇത് ഖാദിയിലല്ലേ? ഖാദി കോട്ടണിൽ പ്രിൻറ്റ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. കളേഴ്സും അടിപൊളിയാണ്. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമെന്ന് പറയാനായിട്ട് അവിടെ അങ്ങനെ കിടന്നോളൂ. ഇങ്ങനെ ബ്ലാ പോലെ കിടക്കില്ലല്ലോ. ഇതിൻ്റെയൊക്കെ നല്ല സാരീസൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. എന്ത് രസമായിരിക്കും. അതപ്പോൾ ഖാദി കോട്ടണിൽ ജസ്റ്റ് സാരിയായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയല്ലോ. കണ്ട സിമ്പിളായിട്ട് അത് അവിടെ ഇങ്ങനെ കിടന്നോളും. പിന്നെ മട്ക കോട്ടൺ പ്രിന്റഡ്. അപ്പോൾ ഇവിടെ മലയാളം പറഞ്ഞാൽ മലയാളമൊക്കെ അറിയാം. എന്ത് രസമല്ല ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. ഡിസൈനൊക്കെ കണ്ടോ, സൂപ്പർ ഡിസൈൻസ്, അടിപൊളി. മട്ക കോട്ടൺ. യെസ്, ഇത് നെറ്റ്കോട്ടയിൽ പ്രിന്റഡ്, ഫുൾ പ്രിന്റഡിൻ്റെ വർക്കാണ് കേട്ടോ വരുന്നത്. എന്തോരം വെറൈറ്റീസൊക്കെ കണ്ടിട്ടും തീരുന്നില്ല. ഇത് കലംകാരി അല്ല ആയിരിക്കുന്നത്.
ഇത് കലംകാരി അല്ലേ? ഇത് പശ്മീന കോട്ടൺ, ഡിജിറ്റൽ പ്രിന്റ്. പശ്മീന ഇതാ. പശ്മീന നോർമലി തണുപ്പ് അതിൽ കൂടുതൽ യൂസ് ചെയ്യണതല്ലേ, തണുപ്പിൻ്റെ ആ സമയത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് പശ്മീന ദുപ്പട്ട. പശ്മീന ദുപ്പട്ടാസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ ഈ ഷോളുകളൊന്ന് കാണിച്ചു തന്നെ. സ്റ്റോൾ ഉണ്ടെന്ന് പറഞ്ഞത്, സ്റ്റോൾ ഒന്ന് കാണിച്ചു തരാം. സ്റ്റോളിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത്. സ്റ്റോള് ഇതേതാ മെറ്റീരിയൽ? മിക്സ് ഉണ്ട്, സിൽക്ക് മിക്സ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലേ ഇത്? ഭയങ്കര ലൈറ്റ് വെയിറ്റ് കളക്ഷൻസാണ്. ആൾക്കാർ എങ്ങനെയാണ് കൂടുതൽ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്തിട്ടാണോ മേടിക്കാറ്, അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ സ്റ്റോറിൽ വരാറുണ്ടോ? സ്റ്റോറിൽ വീഡിയോ കോൾ ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ഭാഗൽപുരി കളക്ഷൻസിൻ്റെ വെറൈറ്റീസ് ഇവിടെ കിട്ടും. റെഡിമെയ്ഡ് ഐറ്റംസ് ഒന്നുമില്ല, ഒക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, ടോപ്സ്, സാരീസ്, ദുപ്പട്ടാസ്, പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതും കട്ട് വർക്കിൽ അല്ലേ? നെറ്റ് കോട്ടിൽ കട്ട് വർക്ക് വിത്ത് പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ദുപ്പട്ടാസിന് മാത്രം ഒരു സ്പെഷ്യൽ വീഡിയോ ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ. നമ്മൾ സാധാരണ അങ്ങനെ മൊത്തം, അതും ഭാഗൽപുരി സ്റ്റോർ എന്ന് പറയുന്നത് കേട്ടോ. ഭാഗൽപുരി സ്റ്റോർ നമ്മളങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടില്ല, മിക്സ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സെപ്പറേറ്റ് ഒരു ഭാഗൽപുരി സ്റ്റോറിൽ ഭാഗൽപുരി കളക്ഷൻസ് കേട്ടോ. നെറ്റ് കോട്ട ചെക്ക് മുങ്ക പ്രിന്റ്, അതിൻ്റെ ആ ഒരു ഡിസൈൻ ബ്ലെൻഡ് ചെയ്ത്, ആ കളർ ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയേ. അടിപൊളി അല്ലേ? സൂപ്പർ. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. അവിടെയും ദുപ്പട്ടാസ് തന്നെയാണ്. അത് അവിടുത്തെ കുറച്ച് ദുപ്പട്ടാസ് നമുക്ക് കാണാം. ഈ റൂമിലത്തെ കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല, ആക്ച്വലി കുറച്ച് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡും ഉണ്ട്, ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇത് നമുക്ക് പിന്നെ എടുക്കാം. ജസ്റ്റ് ഒരു ഹിന്റ് തരുന്നത് മാത്രം. ഇങ്ങനെ ഫുൾ ബോട്ടം മെറ്റീരിയൽസ് ആണ് കേട്ടോ, കോട്ടൺ സിൽക്കിന്റെ. അപ്പൊ ഇത് നമുക്ക് പിന്നീട് കാണിക്കാം. നമുക്ക് ദുപ്പട്ടാസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് കിടക്കാം. അപ്പൊ ഈ സൈഡും ദുപ്പട്ടാസ് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ? ഇതും ദുപ്പട്ടാസിന്റെ വെറൈറ്റീസ് കഴിഞ്ഞിട്ടില്ല. ഏതാ? മൂങ്ക സിൽക്ക് ടൈ ആൻഡ് ഡൈയില് വരുന്ന ഒരു കളക്ഷനാണ്. ഇതില് ഇഷ്ടം പോലെ വർക്ക്സ്, ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഫുൾ ദുപ്പട്ടാസ്. ഓ എന്ത് രസാ! മൂങ്ക സിൽക്ക് സ്ട്രൈപ്പ്, മൂങ്ക സിൽക്ക് സ്ട്രൈപ്പിൽ വരുന്നത്. അതിൽ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഈ ഒരു അറ്റത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂങ്ക സിൽക്ക് ആദി കോട്ടൺ സിൽക്ക്, ചന്ദേരി സിൽക്കൊക്കെ കുറേ പേര് അന്വേഷിച്ച് നടക്കണം. അവർക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനാണ് കേട്ടോ ചന്ദേരി സിൽക്ക്. കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡബിൾ ടോണിൽ വരുന്നതാണ്. ഒരു യെല്ലോ ഇതൊക്കെ വരുന്നത്. വാവ്, ചന്ദേരിയിൽ ഇതൊക്കെ സൂപ്പർ ഒരു കളക്ഷൻ കണ്ടോ. എന്ത് രസമാണ്, നല്ല അടിപൊളി കളക്ഷൻ. സൂപ്പർ അല്ലേ? ഇതിൻ്റെയൊക്കെ നല്ല ഇങ്ങനെ സിഗ്സാക്ക് പോലെ പോകുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ അടുത്തത് ഇത് ഫുൾ അതിൻ്റെ ചന്ദേരിയിലാണ്, ഫുൾ ചന്ദേരി. ഇതേതാ പ്രിന്റ്? പ്രിന്റഡ് ചന്ദേരിയിലാണ് കേട്ടോ. ചന്ദേരിയിൽ പ്രിന്റഡ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കളക്ഷൻസ്. ഓരോന്ന് ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കണം എന്നുണ്ട്. ഇത് ഫുൾ ആ ഒരു ചന്ദേരി സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇത് വൈറ്റിൽ മാത്രം, ബേസ് വൈറ്റ്, ചന്ദേരി സിൽക്ക് ബേസ് വൈറ്റ് വരും. അതിൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ചെറിയ പ്രിന്റ് വേണോ, വലിയ പ്രിന്റ് വേണോ, പ്രിന്റിൽ ബ്ലോക്ക് പ്രിന്റ് വേണോ, അങ്ങനെ എന്താ പറയുക, ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള ഡിസൈൻസ് വേണമെങ്കിൽ അങ്ങനെ എല്ലാ തരം ഉണ്ട്. ഇത് ഫുൾ ആ ഒരു വൈറ്റ് ബേസിൽ വരുന്ന, വൈറ്റിൽ റെഡ് ബേസിൽ വരുന്നതാണ് കേട്ടോ ഈ ഫുൾ കളക്ഷൻസ് വരുന്നത്. ഇത് തന്നെയല്ല, ഇപ്പോൾ ഇത് വൈറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഓഫ് വൈറ്റിൽ ഫുൾ ഇങ്ങനെ റെഡ് കളറിൻ്റെ ആ ഒരു ഡിസൈൻ വർക്ക് വരുന്നത്. ഇതും ചന്ദേരി തന്നെയല്ല ഫുള്ള്. ഇത് മട്ക കോട്ടൺ പ്രിന്റഡ്. ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ നല്ല, പക്ഷേ അറിയാലോ ഇത് നോർത്ത് സൈഡിലത്തെ ഭാഗൽപുരി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആ പേരിന് തന്നെ ഉണ്ട് ഒരു എക്സ്ക്ലൂസീവ്. അങ്ങനത്തെ കളക്ഷനാണ് ഈ ഫുൾ ദുപ്പട്ടാസ് വരുന്നത്. ഖാദി കോട്ടൺ യെസ്. ശരിക്കും പറഞ്ഞാലേ ഇങ്ങനെ വിരിക്കണം. നമ്മൾ ആ ഇട്ട് കാണിക്കണേക്കാളും നല്ലത്. എത്ര നീളമുണ്ട്, വീതി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. വാവ്, കണ്ടോ? ആഹാ. അപ്പോൾ ഇത് ഖാദി കോട്ടണിൽ പിന്നെ എന്തോരം വെറൈറ്റീസ് വേണം നിങ്ങൾക്ക്. ആ വെറൈറ്റീസ് മൊത്തം ഉണ്ട്. ഇത് നെറ്റ് കോട്ട പ്രിന്റഡ് വിത്ത് എംബ്രോയ്ഡറി,
വിത്ത് എംബ്രോയിഡറി ഞാൻ മിറർ വർക്ക് ആണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ്. ഇത് എക്സ്ക്ലൂസീവ് പറയണമെന്ന് വെച്ചാൽ ഇത് ബാഗൽപുരി ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെ വേറെ മെറ്റീരിയൽസോ വേറെ ഐറ്റംസോ ഒന്നും കിട്ടില്ല. അപ്പോൾ ബാഗൽപൂർ വരെ പോകണ്ട, വീണ്ടും പറയാണ്. ഇവിടെ ഈ ഒരു സ്റ്റോറിൽ വരാണെങ്കിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ഏരിയയിലേക്ക് പോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ മൊത്തം. കണ്ടോ ഇതിൻ്റെ ഇഷ്ടം പോലെ. ഇനി ഇതിലെ വെറൈറ്റീസ് നമുക്ക് നിവർത്താണ്ട് ബസ് അബി നമ്മൾ ക്യാ കർത്തേ ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഏതൊക്കെ മോഡൽസ് ഉണ്ട്, ഏതൊക്കെ ഡിസൈൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് മേക്ക് ടു ഓർഡർ ആണ്. ഇവർ ട്രേഡേഴ്സ് അല്ല, ഫാക്ടറിയിൽ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അതിൻ്റെ പല പല മോഡൽസാണ് ഈ ഇരിക്കുന്നത് മൊത്തം. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഇതൊക്കെ ഏത് കളക്ഷൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക്. കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഏത് കളേഴ്സ് ചെക്കിൽ വേണോ, ചെക്കൊക്കെ നോക്കിയേ. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ വരുന്നത് ചന്ദേരി, നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒന്നും എടുത്തല്ലോ ചന്ദേരിയിലത്തെ കേട്ടോ. കണ്ടോ എന്ത് രസമാണ് ഇത്. ഓരോരോ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ പ്രിൻറ്റൊക്കെ നോക്കിയാൽ ഈ പ്രിൻറ്റൊന്നും ഒരിക്കലും വാഷ് ചെയ്താൽ പോവില്ല, കംപ്ലൈൻറ്റ് വരില്ല. ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നിട്ടുള്ള കളക്ഷൻസാണ് വരുന്നത്. ഇതൊക്കെ നോക്കിയാൽ എന്ത് രസമാണ്. ചന്ദേരി സിൽക്കിൽ ഇത് പിടിച്ചേ. ലെങ്ത്തും വിഡ്ത്തും കൂടി കാണിക്കാനാണ്. കറക്റ്റ് വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കറക്റ്റ് പക്കയാണ്. കണ്ടോ 2.5 മീറ്റർ കറക്റ്റാണ്, ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. ഇതൊക്കെ ഇഷ്ടം പോലെ ദുപ്പട്ടാസ് ഇനി വേറെ എവിടെയൊക്കെ ഇരിക്കുന്നത് ആ സൈഡിൽ. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡും ഉണ്ട് ദുപ്പട്ടാസ്. ഈ സൈഡ് മൊത്തം ദുപ്പട്ടാസാ. ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് ഉള്ള പശ്മിന കോട്ടൺ വിത്ത് ബാട്ടിക് പ്രിന്റ്. കണ്ടോ പശ്മിന കോട്ടൺ, അതും ലെങ്ത്തും വിഡ്ത്തും വീണ്ടും പറയാണ് ഒന്നിനും ഒരു കോംപ്രമൈസ് ഇല്ല. പക്ക ക്വാളിറ്റിയുള്ള ഐറ്റംസ്. അതും പവറിലും ഉണ്ട് ഹാൻഡിലും ഉണ്ട്, രണ്ടും ഉണ്ട് അല്ലേ. പവറിലും ഹാൻഡിലും രണ്ടും ഉണ്ട്. അതിനും ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. ഹാൻഡിലും എന്ന് പറഞ്ഞാൽ ഹാൻഡിലും തന്നെ. ഇതൊക്കെ സ്റ്റാർട്ടിങ് 295. അത് പവറിലും ഒക്കെ ആയിരിക്കും. പിന്നെ ഹാൻഡിലും വരുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും. ഇത് പശ്മിന കോട്ടൺ ബാട്ടിക് പ്രിന്റ്. ഇത് ഫുൾ അതിൻ്റെ കേട്ടോ. ഇത് ഫുൾ ആ ഒരു പശ്മീന ദുപ്പട്ടാസ് വിത്ത് ബാട്ടിക് പ്രിന്റ്. അതിൻ്റെ കളേഴ്സാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് വന്ന് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കളറിൽ തന്നെ സിംഗിൾ പീസ് അങ്ങനെ മാറി മിക്സ് ആയിട്ട് എടുത്തൂടെ, മിക്സ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ എടുത്തൂടെ. കോട്ടൺ സിൽക്കിൽ എംബ്രോയിഡറിയുടെ വർക്കാണ്. അതിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഫുൾ ഇരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ ഫുൾ കളേഴ്സാണ്. ഇത്രയും കളേഴ്സ് ഉണ്ട്. അതൊക്കെ ഫുൾ എംബ്രോയിഡറി വിത്ത് പ്രിന്റിൽ വരുന്നത്. കളേഴ്സൊക്കെ വന്ന് ചൂസ് ചെയ്തോട്ടെ. അതൊക്കെ എപ്പോൾ പോവും എപ്പോൾ വരുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മേക്ക് ടു ഓർഡർ ആണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയണ പോലെ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് നോക്കി എന്ത് രസാ, ഫ്ലവർ അടിപൊളി. നെറ്റ് കോട്ട പ്രിന്റ് വിത്ത് കട്ട് വർക്ക് ബോർഡർ. നല്ല രസല്ലേ. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടല്ലേ ഇവിടെ. ഓ ഇതും കട്ട് വർക്കിൽ തന്നെ അല്ലേ. ഇതും ആ ഒരു ബോർഡർ പോർഷനിൽ ഇങ്ങനെ കട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. കട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിംഗും ഉണ്ട്. അതുപോലെ തന്നെ ഈ നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബ്ലാ നിൽക്കുന്ന പോലെയല്ല, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ ഒരു നെറ്റ് കോട്ടയിൽ. ഇതൊക്കെ എന്താ മുംഗ കോട്ടൺ എംബ്രോയിഡറി വർക്ക്. ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ മുംഗ കോട്ടണിൽ ലഹരിയ പ്രിന്റ് വിത്ത് എംബ്രോയിഡറി കേട്ടോ. ഇതിൻ്റെയും കളേഴ്സ് ചൂസ് ചെയ്യണം. ബേസ് വൈറ്റ് ആണെങ്കിൽ അതിൽ കളേഴ്സ് ഈ ബ്രൗണിൻ്റെ കളർ ഇങ്ങനെ മാറി പോകും കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി കളക്ഷൻ ഫുൾ ഡോട്ടിൽ. അതിൽ നമുക്ക് കട്ട് വർക്ക് കണ്ടോ, അടിപൊളി അല്ലേ. ഇതിൻ്റെ തന്നെ ഇനി സാരീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഇനി നമ്മൾ സാരീസിലേക്ക് കിടക്കാണ്ട് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കിടക്കാണ്ട് ദുപ്പട്ടാസ് തന്നെ ഇവിടെ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവിടേക്ക് എത്താല്ലേ. ഇത് നെറ്റ് കോട്ടിൽ സെയിം ആ ഒരു കട്ട് വർക്കിൻ്റെ കേട്ടോ. അപ്പം ഇനി ഇത് കൂടുതൽ കാണിച്ച് ബോർ അടുപ്പിക്കുന്നില്ല. നമുക്ക് ഇനി അടുത്തേക്ക് പോയാലോ. ഇത് നെറ്റ് കോട്ട തന്നെ എംബ്രോയിഡറി വർക്ക്. അതിൽ ഇതേപോലെ തന്നെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലും ബോർഡറും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോർഡറിൻ്റെ മറ്റേ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ഇതിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കളേഴ്സാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണിച്ചില്ല, അതിൻ്റെ ഫുൾ കളേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ കളേഴ്സിന് ഒന്നും ഒരു കുറവില്ല. വന്ന് ചൂസ് ചെയ്യുക. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. വേറെ എവിടെയാണ് ദുപ്പട്ടാസ് ഇരിക്കുന്നത്? ഈ റൂമിൽ. നമുക്ക് ഈ റൂമിലേക്ക് പോവാം.
വാവ്, ഈ റൂം മൊത്തം ദുപ്പട്ടാസ് ആണല്ലോ. ദുപ്പട്ടാസിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. കണ്ടോ, ഇത് ഫുൾ ദുപ്പട്ടാസ്, ഈ കാണുന്നത് മൊത്തം ദുപ്പട്ടാസ്. ഇപ്പൊ ഇതില് നമ്മൾ അവിടുത്തെ കാണിക്കാത്ത വലുത് വെറൈറ്റി ഉണ്ട് ഇരിക്കില്ല, ഇത് വെറൈറ്റി ഉണ്ട്. എടുത്ത ഏതാ അവിടുത്തെ കാണിക്കാത്ത ഏതാ വെറൈറ്റി? ഇതേതാ? ഓർഗൻസ, പ്രിന്റഡ് ഓർഗൻസ ദുപ്പട്ട. ആ മറ്റേത് പ്ലെയിൻ അങ്ങോട്ടാ കാണിച്ചല്ലേ. ഇത് ഓർഗൻസയില് പ്രിന്റഡ്, അതും വാർലി പ്രിന്റാ, വാർലി പ്രിന്റ് കേട്ടോ. പിന്നെ വരുന്നത് മട്ക കോട്ടൺ പ്ലെയിൻ ദുപ്പട്ട. പേടിച്ചിട്ടാ നിക്കണവൻ, പേടിച്ചിട്ടാ നിക്കണേ. ഇതെന്നെ മേത്തിക്കിട്ട്. ഇത് ഏതാ മെറ്റീരിയല്? മട്ക കോട്ടൺ. മട്ക കോട്ടൺ കണ്ടോ, അത് ചെറിയതായിട്ട് ഇങ്ങനെ ഷൈനിങ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ ത്രെഡാണ് കേട്ടോ ഫുൾ വർക്ക് വരുന്നത്, ത്രെഡാണ്. ഇത് ഫുൾ അതിൻ്റെ കളക്ഷനാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ കാണിച്ചത് ഖാദി കോട്ടൺ പ്രിന്റഡ്. ഖാദി കോട്ടൺ, ഖാദി കോട്ടൺ പ്രിന്റഡ് ആണ്. പിന്നെ ഹോൾസെയിലാണ്. വീണ്ടും പറയുകയാണ്, ഇനി ദുപ്പട്ട എത്ര പീസ് എടുക്കണം എന്താണ് ഒന്നും എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ദുപ്പട്ടാസ് മാത്രമല്ല ആക്ച്വലി ഭാഗൽപൂർ സ്റ്റോർ, ഭാഗൽപൂർ കളക്ഷൻസ്. ഇതേതാ? മുങ്ക കോട്ടൺ പ്രിന്റഡ്. അപ്പോൾ ശരിക്കും ആക്ച്വലി എന്തൊക്കെ മെറ്റീരിയൽ വരുന്നുണ്ട് നമുക്ക്? മുങ്ക കോട്ടൺ ഉണ്ട്, കോട്ടൺ സിൽക്ക്, ചന്ദേരി സിൽക്ക് കോട്ടൺ, നെറ്റ് കോട്ട, പിന്നെ ഖാദി കോട്ടൺ, കോട്ടാഡോറിയ, റോ സിൽക്ക്, പഷ്മിന. ഇതങ്ങനെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഇത്രയും മെറ്റീരിയൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സൈഡൊക്കെ ഇരിക്കുന്നത് എന്താ? ഇതൊക്കെ ഇരിക്കുന്നത് എന്താ? ഖാദി കോട്ടൺ. ഇത് ഖാദി കോട്ടണോ? ഇതെന്താ? മുങ്ക സിൽക്ക്. മുങ്ക സിൽക്ക് കണ്ട, മുങ്ക സിൽക്ക് കേട്ടോ. ഇത് അന്വേഷിച്ച് നടന്നിട്ട് കുറേ പേര് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. എവിടെയാണ് ഇങ്ങനെ ഭാഗൽപൂർ വരെ പോകണോ, അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്റ്റോറിൽ സ്റ്റാഫ്മാരില്ല, നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക? അപ്പോൾ ഇനി അവിടെ വരയ്ക്കൊന്നും പോകണ്ട കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സ്വന്തം എറണാകുളത്ത് ഇങ്ങനെ ഒരു ഭാഗൽപൂർ സ്റ്റോറുണ്ട്. ആക്ച്വലി ഇത് പുതിയത് ഷോപ്പൊന്നുമല്ല, 7 years ആയി അല്ലേ? 7 years തൊട്ട് ഈ സ്റ്റാഫ് ഇവിടെ തന്നെ ഉണ്ട് ഇല്ലേ? ഇങ്ങോട്ട് വാ. 7 years തൊട്ട് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ഇവിടെ തന്നെ, ഇവിടെ തന്നെയാ താമസമൊക്കെ? ഇവിടെ തന്നെയാ? നേരെ പല്ലിശ്ശേരി ഉണ്ട്. നേരെ ഇവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് താമസം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളക്ഷൻ ഒന്ന് കാണിച്ചു തന്നെ. ഖാദിയിൽ എംബ്രോയിഡറിയാ, ഖാദിയിൽ മെഷീൻ വർക്കാണ്. സ്കാലപ്പിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എംബ്രോയിഡറി ഇങ്ങനെ മാറി മാറി കിട്ടും കേട്ടോ. ഇതൊക്കെ എംബ്രോയിഡറിയുടെ പല ഇതിൽ കിട്ടുന്ന ഒരു കളക്ഷനാണ്. ചെക്കിൽ അങ്ങനെ ഡയമണ്ട് കട്ട്, ഫ്ലവേഴ്സ്, അങ്ങനത്തെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇത് ഫുൾ ഖാദിയിൽ. ബേസ് വരുമ്പോൾ സെയിം ഇതിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ആ ഒരു ഖാദിയിൽ എംബ്രോയിഡറി വിത്ത് സ്കാലപ്പ് വരുന്ന ആ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. ഇനി ഇത് പഷ്മിന കോട്ടൺ ടെസൽസ് വിത്ത് ടെസൽസോട് കൂടിയിട്ട് പ്രിൻറ്റഡ് ആണ് വരുന്നത് കേട്ടോ, പഷ്മിന. പിന്നെ ബാട്ടിക്കിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഇതേതാ? പഷ്മിന കോട്ടണിൽ തന്നെ നമുക്ക് അടുത്ത പ്രിൻറ്റ്. പഷ്മിന എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ കുറച്ച് കട്ടിയുള്ളതാണ് മെറ്റീരിയൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അത്ര വലിയ കട്ടിയൊന്നും പറയാനില്ല. പഷ്മിനയിൽ 2-3 ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ക്വാളിറ്റി നമ്പർ 1 ക്വാളിറ്റിയാണ് ഇപ്പോൾ ഈ പഷ്മിന ഷോൾ കാണിക്കുന്നത് കേട്ടോ. ഇതും പഷ്മിനയിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ വരുന്നത്. ദുപ്പട്ടാസ് 3. ദുപ്പട്ടാസൊക്കെ ആൾക്കാർ ഇപ്പോൾ ഇടലും മറന്നുപോയി. പക്ഷെ അതൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ദുപ്പട്ടാസ് യൂസ് ചെയ്യണവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്. നല്ലോണം കളക്ഷൻസ് ഉണ്ട്, നല്ലോണം. പഷ്മിനയിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്. അപ്പോൾ ഇനി ദുപ്പട്ടാസ് കണ്ട് ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പോയാലോ? ഇതൊന്നും കാണിച്ചിട്ടില്ല ശരിക്കേ. ഇതിൻ്റെ ശരിക്കുള്ള ലുക്ക് കണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു പിടിക്കണം. കണ്ട, ഈ പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രിന്റിന് എന്തോ പറയും? ഈ പ്രിന്റിന് എന്താ പറയാ? മധുബനി പ്രിന്റ്. യെസ്, ഞാൻ മറന്നുപോയിക്കായിരുന്നു. ഇത് മധുബനി പ്രിന്റ്. അപ്പോൾ മധുബനി പ്രിന്റിൻ്റെ ദുപ്പട്ട കണ്ടോ? ഇതിനും ഇഷ്ടം പോലെ വേറെ വേറെ പ്രിന്റുകളും അവൈലബിൾ ആണ് കേട്ടോ. ബേസ് വരുമ്പോൾ സെയിം ഇത് തന്നെ വരുന്നത്. ഇനി ഇത് ചന്ദേരിയിൽ നമുക്ക് ജെറി വർക്കാണ് കേട്ടോ.
ജറി വർക്ക്. നമ്മൾ ഇത്ര നേരം പ്രിന്റുകൾ എംബ്രോയിഡറി ഒക്കെ അല്ലേ കണ്ടിരിക്കുന്നത്, കട്ട് വർക്ക് ഒക്കെ അല്ലേ കണ്ടിരിക്കുന്നത്. ഇത് ജറിയിൽ വർക്ക് വരുന്നത്. പിന്നെ ഓരോന്നോരോന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ തപ്പിങ്ങൾ കൊണ്ടുവരാണ്. ടൈ ഉണ്ടായില്ലേ, ഇതാ ടൈ ഉണ്ടായില്. പിന്നെ ഇതൊക്കെ ആ ഒരു ഇതിൽ തന്നെ ടൈ ഉണ്ടായി, ആ ഒരു ചന്തേരി ഇതാന്നല്ല. ഞാൻ അത് പറയാൻ വരായിരുന്നു. കട്ട് വർക്ക് നമ്മൾ ചെറിയൊരു ബോർഡർ പോലെയല്ല കണ്ടിരിക്കുന്നത്. ഇത് നോക്കിയത് ഫുൾ കട്ട് വർക്കാണ് കേട്ടോ. ഫുൾ കട്ട് വർക്ക് കണ്ട, ഫുൾ കട്ട് വർക്കിൽ വരുന്ന ദുപ്പട്ടാസ്. അതിൻ്റെയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓറഞ്ച് വേണോ, പിങ്ക് വേണോ, റെഡ് വേണോ, ഗ്രീൻ വേണോ, അങ്ങനെ അങ്ങനെ കളേഴ്സൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഇത് കട്ട് വർക്ക് ദുപ്പട്ട. ഇതെന്താ, ഇത് എംബ്രോയിഡറി. ബാസ്വാട ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, സീരിയസ്ലി ഞാൻ കേട്ടിട്ടില്ല. ബാസ്വാട തുണിയുടെ പേരാ? ആഹാ, അങ്ങനെയും ഉണ്ടല്ലേ. ഇതാ ബാസ്വാട എന്ന് പറയണത് ഒരു മെറ്റീരിയലിൻ്റെ പേരാണ്. അത് എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇത്ര കൊല്ലമായിട്ട് കിടന്നാണ് കേട്ടോ, ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ബാസ്വാട ദുപ്പട്ട വിത്ത് എംബ്രോയിഡറി. ആഹാ, പ്രിന്റ് നോക്കിയേ. മട്ക കോട്ടണിൽ ചെസ് കളിക്കുക, എന്താ രസം കണ്ട. മട്ക കോട്ടൺ പ്രിന്റുകളും വെറൈറ്റികളും വരണുള്ളൂ കേട്ടോ. ഇത് കാണാതിരിക്കാൻ കുറേ ഉണ്ടല്ലോ വെറൈറ്റി. ഇത് ചെക്കാണെങ്കിൽ ഇത് വലിയ വലിയ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ളത് കണ്ടോ, സൂപ്പർ. നോക്കി വേറെ വേറെ ഇങ്ങനെ വരികയാണ്. ആക്ച്വലി കുറേ ഉണ്ട്, ഞാൻ കണ്ട് തീരില്ല. ഇനി നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിലേക്ക് പോയാലോ? ഇത് കണ്ടാലും തീരില്ല. അപ്പം ഇപ്പം ഇത്രയൊക്കെ നമ്മൾ എടുത്തിട്ടിട്ടും ഇപ്പോഴും ഈ റാക്ക് ഫുൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഫുൾ കാണുന്നത് ദുപ്പട്ടാസ് മാത്രമാണ്. ഇനി നമുക്ക് കുറച്ച് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിലേക്ക് പോവാം. അവിടെയാണ്, ഇവിടുന്നെയാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയത്. ആ റൂമിൽ നിന്ന് കഴിഞ്ഞ് ഈ റൂമിൽ നിന്ന് കഴിഞ്ഞ് ഇനി നമ്മൾ മെയിൻ റൂമിലേക്ക് വന്നു. ആക്ച്വലി ഇനിയിപ്പം നമ്മൾ കാണിക്കാൻ പോണത് അൺസ്റ്റിച്ചഡ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? 795 ഒരു റേഞ്ച് 795 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ടോപ്പ് വരുന്നത് കോട്ടൺ സിൽക്ക്, അതുപോലെ തന്നെ ദുപ്പട്ട എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയായിരിക്കും. പിന്നെ ഇത് പാന്റ് അങ്ങനെ. പിന്നെ അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ പറഞ്ഞോ, കോട്ടൺ സിൽക്ക് ടോപ്പ്. ശരിക്കും ഇതിങ്ങനെ വെച്ച് കാണിക്കണം അല്ലേ, എന്നാലും ആ ഒരു രസമുള്ള ഒന്നല്ലേ. ഇതിങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ ദുപ്പട്ട ഇതേ ഫുൾ ഓവറോൾ ലുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് വിത്ത് ദുപ്പട്ട നെറ്റ് കോട്ട ഗംഗ ജമുന ലഹരിയ മോഡൽ. അതിൽ ബോട്ടം വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഏതാ, ഇത് കോട്ടൺ സിൽക്ക് അത് സെയിം ആ ഒരു ദുപ്പട്ടയുടെ മെറ്റീരിയൽ ഒക്കെ തന്നെ ഇതിൽ കിട്ടും കേട്ടോ. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ വന്നിട്ട് ചൂസ് ചെയ്താൽ മതി. അടുത്ത നോക്കുകയാണെങ്കിൽ ഇത് പിടിച്ചോ, ഇതായിരിക്കും ടോപ്പ്. അത് പ്ലെയിൻ തന്നെയാ, വേറെ വർക്ക് ഒന്നുമില്ല. ഇത് ഇങ്ങനെ ഫുൾ പ്രിന്റ് വരുന്നത്. ഇതിൽ ദുപ്പട്ട വരുമ്പോ ദുപ്പട്ട നല്ല ദുപ്പട്ട കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ, ഇങ്ങനെയായിരിക്കും ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് റേഞ്ചാ പറഞ്ഞ റേഞ്ച് അങ്ങോട്ട് കയറി പോയ ഏകദേശം ഒരു 1500 2000 അതിന്റെ മേലേക്ക് പോവില്ല. അതിന് അനുസരിച്ചിട്ടുള്ള കളക്ഷൻസ് ഉള്ളു. സാധാരണ നമ്മൾ ഭാഗൽപൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല നമുക്ക്, അയ്യോ റേറ്റ് കൂടോ, ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണോ, എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് നടുക്കിൽ ഇടനിലക്കാരൊന്നുമില്ല, ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ തരാണ് കേട്ടോ. അപ്പം മീഡിയേറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക്. ഇനി ഇത് നോക്കിയേ, കോമ്പിനേഷൻ നോക്കിയേ. ബ്ലൂവിൽ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതാണ്. ബ്ലൂവിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട നോക്കിയാൽ നെറ്റ് കോട്ടയിൽ തന്നെ ഫുള്ള് പ്രിൻറ്റ്. ഇതൊക്കെ സെപ്പറേറ്റ് നമ്മളിപ്പോൾ ദുപ്പട്ട കാണിച്ചതാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ടും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ. പിന്നെ അടുത്ത മെറ്റീരിയൽ കാണിച്ചേ, ചന്തേരി സിൽക്കിൽ ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിലും വിത്ത് ദുപ്പട്ട വരുമ്പോൾ നെറ്റ് കോട്ടയിൽ എംബ്രോയിഡറി സ്കാലപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഞാൻ എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പണിയാവും. അവൻ തന്നെ ഇരുന്ന് മടക്കേണ്ടി വരും മൊത്തം. അപ്പോൾ ഇത് പ്ലെയിനില്ലേ, ഇത് ബോട്ടം. നേരത്തെ കാണിച്ചതിൻ്റെ ബോട്ടം. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ നിലത്തിട്ട് കാണിക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നല്ല പണിയായിരിക്കും. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ദുപ്പട്ട സെയിം ചന്തേരി മെറ്റീരിയലിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ഇത് ഏതാ
चंदेरी सिल्क एम्ब्रॉयडरी वर्क. ഓക്കെ, ചന്ദേരി സിൽക്ക് കേട്ടോ ഈ കാണുന്നത്. അതിൽ എംബ്രോയ്ഡറി വർക്ക്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാൻറ് വിത്ത് ദുപ്പട്ട. ദുപ്പട്ട സെയിം തന്നെയാണ് വരുന്നത്. അതിൽ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ വെച്ചാൽ എല്ലാ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് വരുമ്പോൾ नेट कोटा विथ डिस्चार्ज प्रिंट. ഓക്കെ, ഡിസ്ചാർജ് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇത് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകുന്നില്ലല്ലോ. ഇത് ടോപ്പ് ഇങ്ങനെയായിരിക്കും ശരിക്കും. ആക്ച്വലി ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ ഈ പ്രിന്റ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, ഉൾട്ട വേണമെങ്കിൽ ഉൾട്ട, ഇങ്ങനെ വേണമെങ്കിൽ ആവാം. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട ഇങ്ങനെ ദുപ്പട്ട വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ വിത്ത് പാൻറ് വരുന്നത് റോ സിൽക്കാന്ന് തോന്നുന്നുണ്ട് അല്ലേ? കോട്ടൺ സിൽക്കാണ് വരുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, ഇത് ചന്ദേരി സിൽക്ക് ടോപ്പ്. ചന്ദേരി സിൽക്ക് ടോപ്പ് വരും. പിന്നെ ഇതിന്റെ ദുപ്പട്ട മട്ക കോട്ടന്റെ ദുപ്പട്ട, പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാൻറ്. ഇങ്ങനെ ഇതിന് കുറേ ഉണ്ട് കേട്ടോ. നമ്മള് കുറച്ച് കാണിക്കണുള്ളൂ മാത്രം. ബ്രഷ് പെയിന്റ്, ഇത് ഏതാ മെറ്റീരിയൽ തന്നെ പറഞ്ഞ? സിൽക്ക് കോട്ടൺ ബ്രഷ് പെയിന്റ്. ഈ ബ്രഷ് പെയിന്റ് വാഷ് ചെയ്താൽ കംപ്ലൈന്റ് വരില്ല കേട്ടോ. ഇതൊക്കെ എല്ലാം ബ്രഷ് പെയിന്റ്. ഇതിന്റെ ബോട്ടം കണ്ടു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യും. ആ ഒരു ബ്രഷ് പെയിന്റ് കാണിക്കാണ്ട് പോയ അടിപൊളി അല്ലേ? ഫുൾ ബ്രഷ് പെയിന്റോട് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. ഒരു കംപ്ലൈന്റും വരില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നല്ല അടിപൊളി കേട്ടോ. എനിക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു മെറൂണിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇത് നല്ല രസമുണ്ട്. ചന്ദേരി ഇതിൻ്റെ ഫുൾ നെക്കിൻ്റെ വർക്ക് നോക്കിയാൽ അടിപൊളി അല്ലേ? അതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാൻറ് വിത്ത് ഇതിൻ്റെ കൂടെയുള്ള ഒരു ദുപ്പട്ട. പക്ഷെ ഒക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെയായിരിക്കും വരാട്ടോ. ഇത് ബോർഡർ പോർഷനാണ് വരുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ശരിക്കും വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് ഫീൽ ചെയ്യും. ഇത് അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് നമുക്ക് ടോപ്പ് പോർഷൻ. അതിലേക്ക് ദുപ്പട്ട വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. അതിന് കൂടെ പാൻറ്റും കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലുക്ക് ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ, കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ. പിന്നെ ഇത് വരുമ്പോൾ ഇത് സെയിം നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ചെക്കിലാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഇത് കാണിച്ചല്ലോ, അതിൻ്റെ തന്നെ ചെക്കിൽ ഡിസൈനൊക്കെ ഏകദേശം സെയിം ആണ്. ഇതിൽ കോൺട്രാസ്റ്റ് വരുന്നത്, പിന്നെ ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതൊക്കെ ഭാഗൽപുരിയാണ്. ഒന്നും നമ്മുടെ നാട്ടിലത്തെ അല്ല, നോർത്ത് സൈഡിൽ നിന്ന് അവിടുന്ന് നമ്മുടെ കേരളത്തേക്ക് കണ്ടോ ഇത്. പിന്നെ 7 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാണ്ട് പുതിയ ഷോപ്പെല്ലാം വീണ്ടും പറയുകയാണ് കേട്ടോ. നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് നല്ല നല്ല എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കിട്ടുക. ഇതിൻ്റെ ദുപ്പട്ട നോക്ക്, എന്ത് രസമാണ് കണ്ടോ. അത് സ്കാലപ്പ് ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത്. അതിൽ സ്കാലപ്പ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഡീറ്റെയിലിങ്. ഇതിൽ തന്നെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൽ ഇതൊരെണ്ണുണ്ട്. അതിൽ ബ്ലാക്ക് ദുപ്പട്ട. ഇതിൽ തന്നെ നമുക്ക് ദുപ്പട്ടയിൽ ബ്ലാക്കാണ്, പക്ഷേ ഇതിൻ്റെ സൈഡിൽ തന്നെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എംബ്രോയ്ഡറി വർക്ക് കട്ട് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ചൂസ് ചെയ്യാൻ. ഇത് ടോപ്പിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു ദാമൻ പോർഷനാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് ദാമൻ പോർഷനാണ്. ഓവറോൾ ഇതുപോലെ പ്ലെയിൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട കോൺട്രാസ്റ്റിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ, ബോട്ടം ഇത് തന്നെ സെയിം കേട്ടോ. അങ്ങനെ അപ്പോൾ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന് ഓരോന്നോരോന്നിരുന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇത് കോട്ടൺ, പക്ക പ്യുവർ കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ കേട്ടോ. ഹാൻഡ്ലൂം കോട്ടൻ്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് ടോപ്പ് പോർഷൻ. അതുപോലെ ഇതിൻ്റെ ബോട്ടം കോൺട്രാസ്റ്റിൽ വരുന്നത്. അതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കേട്ടോ ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സിംഗിൾ പീസ് കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഹോൾസെയിലാണ്, ചോദിച്ചാൽ മതി. സിംഗിൾ പീസ് ഇതാ ഇത് നോക്കിയേ. ഇത് ഫുൾ ഇങ്ങനെ ഓവറോൾ ഈ കാണുന്നത് മൊത്തം പ്രിൻ്റാണ്. പ്രിൻറ്റിൽ ഇത് ബ്ലാക്ക് കോൺട്രാസ്റ്റ്, അതിലേക്ക് ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ. അടിപൊളി ഷെയ്ഡുകൾ അല്ലേ? ഇത് കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പില്ലേ കാണിക്കാനായിട്ട്? ടോപ്സ് ഒക്കെ ഇത് ഭാഗത്താണ്. ഇത് ഫുൾ ടോപ്പ്. ഇത് റണ്ണിങ് മെറ്റീരിയൽ അല്ലേ? അപ്പൊ ടോപ്പ് മാത്രമായിട്ടുള്ളതാ? ഞാൻ ആ ടോപ്പാണ് ചോദിച്ചത്. ഇത് നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ളത് തുണി മാത്രം. ഇത് ആക്ച്വലി
അതൊന്നും നമ്മൾ സെറ്റാ കണ്ടത്. ഇതാണെങ്കിൽ നമുക്ക് ടോപ്പ് മാത്രമായിട്ട് മെറ്റീരിയലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. ഇത് ടോപ്പ് മാത്രം. ഇനി ഇതിലേക്ക് പാൻറ്റ് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ മൊത്തം ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് ഇരിക്കുന്നുണ്ട്. ഇതിൽ ഇഷ്ടമുള്ളത് മിക്സ് മാച്ച് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് എടുക്കാം. അതിലേക്ക് ഇത് ഷോള് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ബുട്ടിക്കാരൊക്കെ ആണെങ്കിൽ അവർക്കാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ്, ദുപ്പട്ട സെപ്പറേറ്റ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽസിൽ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക. ഇത് ടോപ്പിലേക്കുള്ളത്, ഇത് ടോപ്പിനുള്ള മെറ്റീരിയൽസ്, ഇത് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് ഈ ടോപ്പിനുള്ളത് കേട്ടോ. അതിലും ഇതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അല്ലേ. നമുക്ക് അത് മുറിച്ച് തരുമോ? മുറിച്ച് തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുൾ മുറിച്ച് തരാൻ പറ്റിയിട്ടുള്ള കുറേ ഈ അറ്റം വരെ ഫുൾ അത് തന്നെയാ, ഫുൾ ടോപ്സ്. ഇതും ടോപ്പിനെയാ? ആഹാ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ടോപ്പുകളൊന്ന് നോക്കിയാലോ. ഞാൻ ഇവിടെ തന്നെ ഇടാം, അധികം ദൂരത്തേക്കൊന്നും പോകണില്ല. ഇതൊക്കെ ടോപ്സ് മാത്രമാണ് കേട്ടോ. ടോപ്സിൻ്റെ പല പല മോഡൽസാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ വീവിങ്ങിലാണ് വരുന്നത് കേട്ടോ, ഒന്നും പ്രിന്റ് അല്ല, ഫുൾ വീവിങ്. ഖാദി കോട്ടൺ ഒക്കെ ഉണ്ടല്ലോ ഇതിൽ. പിന്നെ ഇതൊക്കെ മെറ്റീരിയലാ? കോട്ടൺ സിൽക്ക്. ഓക്കെ. പിന്നെ ചന്തേരിയിൽ ഇതൊക്കെ വീവിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. ഒക്കെ ആ ഒരു ഭാഗൽപൂരി സ്റ്റൈലിലുള്ള കളക്ഷൻസ് ആണ് മൊത്തം വരുന്നത്. അങ്ങനെ. അപ്പോൾ ഇത് മാത്രമല്ല, ടോപ്സിന്റെ ഇനി വെറൈറ്റീസ് ഇപ്പുറത്തെ സൈഡ്. ഇതൊക്കെ ടോപ്പ് സൈഡ്, ഇത് ഫുൾ ടോപ്സ്. പിന്നെ ഇതൊക്കെ ടോപ്സ് തന്നെയല്ലേ? ടോപ്സിന്റെ കുറച്ച് എടുത്തേ. നമുക്കിനി സാരീസ് കാണാൻ കിടക്കുന്നുള്ളൂ. ഇത് ഫുൾ പ്രിന്റഡാ, ഇതിൽ പ്രിന്റ് വിത്ത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് പല പല മോഡൽസ് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. കണ്ടോ, പല മോഡൽസ്. ഇതൊക്കെ ടോപ്പ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് ഇവിടെ ഇരിക്കുന്നത്, ഇത് കാണുന്നത് മൊത്തം അത് തന്നെയാണ്. ഈ കാണുന്നത് മൊത്തം ടോപ്സ് ഇവിടെ വരും അല്ലേ. ഇത് പ്രിന്റഡ് ടോപ്സ്. ഇതിൽ വേറെ നെക്കിൽ വർക്കൊന്നും ഉണ്ടാവില്ല, സിമ്പിൾ ആയിട്ട് ഫുൾ ഇങ്ങനെ. ഇത് പ്രിന്റ് ആണെന്ന് പറയണം കേട്ടോ. ശരിക്കും തൊട്ട് നോക്കി ഫീൽ ചെയ്യണം. കണ്ട എംബ്രോയിഡറിയുടെ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ആ ഒരു ഇതിൽ വരുന്നത് അല്ലേ. ഇത് എത്ര മീറ്റർ ഉണ്ടാവും? 2.5 മീറ്റർ. അത്ര മതി, നമുക്ക് ധാരാളമാണ് തയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ കൂടുതൽ മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ, മീറ്റർ വേണമെന്ന് വെച്ചാൽ അവിടെ മുറിച്ചെടുക്കാനായിട്ട് അതിനുണ്ട്. 3 മീറ്റർ എന്ന് വെച്ചാൽ 1 അനുസരിച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയത് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റുകളാണ്. ഇത് കണ്ടു ലൈൻ, പിന്നെ ഒരു ബാന്തിനിയിൽ വരുന്നത്, അങ്ങനെ. ഇതൊക്കെ ടോപ്സ്, പല പ്രിന്റ്സ് ഉണ്ട്. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇനി ബാക്കിയുള്ളത് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഫുൾ അപ്പോൾ ടോപ്സ്. ഇതും ടോപ്പ് തന്നെയല്ലേ? ഇതും ടോപ്സ് തന്നെ, ലഹരിയല്. സീക്വൻസിൽ വരുന്നത്. ഇത് ഖാദി കോട്ടൺ, ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഖാദി കോട്ടൺ. അതിലൊരു മിററിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിലും കളേഴ്സ് ഉണ്ട്. ഇത് സിംഗിൾ വേണമെങ്കിൽ സിൽക്ക് കോട്ടണിൽ മിറർ വർക്ക്. പിന്നെ ഇതും അതന്നെ സിൽക്ക് കോട്ടണിൽ കളേഴ്സ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ടോപ്പിന്റെ കളക്ഷൻസ് ആയി. പ്ലെയിൻ അല്ല, പ്ലെയിനിൽ വീവിങ് ആണ്. നേരത്തെ കാണിച്ചത് പ്രിന്റ് ആണ്. ഇത് നമ്മളവിടെ കാണിച്ചു, അതിൽ കാണിച്ചെന്ന് തോന്നുന്നുണ്ട്, നേരത്തെ കാണിച്ചു തോന്നുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഇതൊക്കെ സെൽഫായിട്ട് വരുന്ന വർക്കാണ് കേട്ടോ. സെൽഫ് വരുന്നതാണ് ഈ ഒരു വർക്ക് ഫുള്ള്. ഇതൊക്കെ ടോപ്പാണ് വരുന്നത്. ഇതൊക്കെ ടോപ്സാണ്. അപ്പോൾ ഇനി നമുക്ക് സാരീസിലേക്ക് പോയാലോ? അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ. ദുപ്പട്ട പാന്റ് വേണമെന്ന് വെച്ചാ, അപ്പൊ ഇതിന് പാന്റിന് എന്ത് ചെയ്യും? മുറിച്ചെടുക്കാം. അപ്പൊ ടോപ്പ് ആൻഡ് ദുപ്പട്ട മാത്രമായിട്ട് വേണമെന്ന് വെച്ചാൽ അതും കിട്ടുന്നുണ്ട്. ഇനി ബോട്ടം വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇത് മുറിച്ച് തരും എന്നാണ് പറയുന്നത്. വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് ഉണ്ട്. ടോപ്പ് വിത്ത് ദുപ്പട്ടയും വരുന്നുണ്ട്, ടോപ്സ് മാത്രം. ഇതിന്റെ കളേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. ഇത് ഫുൾ ഇതിന്റെ കളേഴ്സ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെയും റണ്ണിങ് മെറ്റീരിയൽസ് ഇരിക്കുന്നുണ്ട് അല്ലേ. ഇതിന്റെ റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെയും ഉണ്ട്. യെസ്, അവിടെ മാത്രമല്ല, ഇത് ഫുള്ള് ടോപ്പിലേക്ക് ടോപ്പ് മെറ്റീരിയൽസിന്റെ കളക്ഷൻ. ഈ കാണുന്നത് മൊത്തം ടോപ്പിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഫുള്ള് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ വീവിങ് വരുന്നുണ്ട്, നമുക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഡിസ്ചാർജ് പ്രിന്റ്. ഈ ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയുമ്പോൾ വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത്, നമുക്ക് പിന്നെ കംപ്ലൈന്റ് വരില്ല അല്ലേ. കംപ്ലൈന്റ് വരില്ല. ഇതിന്റെ പ്രിന്റുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് മൊത്തം കുറേ ഉണ്ട്, ഇഷ്ടംപോലെ. ചന്തേരി സിൽക്ക് വേണം. ഇതൊക്കെ ഫുൾ കാണുന്നത് റണ്ണിങ് മെറ്റീരിയൽസ്, നമുക്ക് ടോപ്പിനൊക്കെ പറ്റിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇനി ഞാൻ കൊടുത്ത സാരീസിന്റെ വെറൈറ്റീസ് എനിക്ക് എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ സാരീസിലേക്ക് പോയാലോ?
ഇനിയാണ് നമ്മുടെ മെയിൻ താരം നമ്മളുടുത്ത സാരീസിനെ കുറിച്ചിട്ടാണ് ഇനി കാണിക്കാൻ പോണത്. ഇതും ഭാഗൽപുരി സാരി. ഇത് നെറ്റ് കോട്ട വിത്ത് പ്രിന്റഡ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡിലാണ്. കുറേ കളേഴ്സ് ഉണ്ട്. എനിക്ക് റെഡ് ഇഷ്ടമായി കാരണം ഞാൻ എടുത്ത് കൊടുത്ത. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മൊത്തം സാരീസ്, ഫുൾ സാരീസ്. അതിൽ നമ്മൾ കൊടുത്ത സാരീസ് വെച്ചിട്ട് തുടങ്ങിയാലോ? ഇത് സെയിം, അതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ. അതിൻ്റെ കളർ ചേഞ്ച്, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രിന്റുകളാണ്. ഇപ്പം ഇത് നെറ്റ് കോട്ടയിൽ ഞാൻ കൊടുത്ത സെയിം അതിൻ്റെ ഡിഫറെൻറ്റ് പ്രിന്റ്സ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് ബോർഡർ വരുന്നുണ്ട്, ബോർഡർ ഇല്ലാത്തതും വരുന്നുണ്ട്. ഇത് സാരീസിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 795 അല്ല കേട്ടോ, 995. തെറ്റിയിട്ടുണ്ട്, 995. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1095 ആ ഒരു റേഞ്ച് വരയ്ക്ക് ഉള്ള സാരീസേ ഉള്ളൂ. അതും ഫുൾ ഭാഗൽപുരി സാരീസാണ് ഉള്ളത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നെറ്റ് കോട്ടയിൽ തന്നെ ഫുൾ വിത്തൗട്ട് ബോർഡറിൽ വരുന്ന പ്രിൻറ്റ്. ഇത് മാങ്ങേര പ്രിൻറ്റ്. ഇതൊക്കെ ഉടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൽ വരുമ്പോൾ റെഡ് ബ്ലൗസ് ആണ് അല്ലേ? ഞാൻ കൊടുത്തതിൽ റെഡ് ബ്ലൗസ് ആണ്. അത് റണ്ണിങ് ആയിട്ട് പ്ലെയിനിലാണ് വരുന്നത്. ഇത് നോക്കിയാൽ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്. ഇത് നെറ്റ് കോട്ടയിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ. ബ്ലൂ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒരെണ്ണം ഒന്ന് നോക്കിയാലോ? ഓപ്പൺ ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അത് ബാക്കി അവൻ തന്നെ ഇരുന്ന് മടക്കണം. അത് കാരണം എനിക്കൊരു ടെൻഷൻ, പാവം. ഇതാ ഇത് ഇങ്ങനെയായിരിക്കും ഓവറോൾ ലുക്ക് വരാം കേട്ടോ. സെയിം മെറ്റീരിയൽ തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ. അതിൻ്റെ മുന്താണിയുടെ പോർഷൻ കേട്ടോ. അപ്പോൾ ഇതിൽ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് തന്നെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. കാണിച്ചേ, ഇതിങ്ങനെ ഇതിങ്ങനെ പ്ലെയിനിലായിരിക്കും വരാം കേട്ടോ ഈ ഒരു സൈഡ്. അപ്പോൾ ഇവിടം വരയ്ക്ക് നമുക്ക് കുത്താള പോഷൻ, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ ഇത് നെറ്റ് കോട്ട മെറ്റീരിയലിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതും സെയിം ഡിഫറെൻറ്റ് ഡിസൈനിൽ കേട്ടോ, വിത്ത് ബോർഡറിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാർജിൻ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും. ഇതൊക്കെ 995. ഞാൻ പറഞ്ഞില്ലേ 775 നേരത്തെ പറഞ്ഞു, 995. ഞാൻ കൊടുത്തതിൻ്റെ റേറ്റ് 995 ആണ് കേട്ടോ. 995 സാരിയാണ് ഈ കാണുന്നത് നെറ്റ് കോട്ടയിൽ. ഇതിൻ്റെ തന്നെ വിത്തൗട്ട് ബോർഡറിൽ വരുന്നുണ്ട്. അതിൽ വിത്തൗട്ട് ബോർഡർ തന്നെ വരുന്നത് കേട്ടോ. ഇനി ഇതിൽ സിഗ്സാക്ക് മോഡൽ വരുന്നുണ്ട്. സിഗ്സാക്ക് മോഡലല്ല, സിഗ്സാക്ക് പ്രിൻറ്റ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ. അപ്പോൾ ഇത് ഫുൾ നെറ്റ് കോട്ട നമ്മളിപ്പോൾ കാണിച്ച കളക്ഷൻ ഇവിടെ ഇട്ടുണ്ട്. ഇനി ഇതേതാ മെറ്റീരിയൽ? നെറ്റ് കോട്ടയിൽ തന്നെ കോൺട്രാസ്റ്റിൽ വരുന്നത്. ഇത് ഇതിൻ്റെ മുന്താണി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത്. മുന്താണിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് ഇതായിരിക്കും ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ നെറ്റ് കോട്ട മെറ്റീരിയലിൽ കോൺട്രാസ്റ്റിൽ വരുന്നത്. ഇതാണെങ്കിൽ നല്ല രസമുണ്ട് അല്ലേ? ഇത് മട്ക കോട്ടൺ. പിടിച്ചപ്പോൾ വ്യത്യാസം തോന്നി, അതാണ് ഞാൻ ഏതാന്ന് ചോദിച്ചത്. മട്ക കോട്ടണിൽ ഇത് കുറച്ചുകൂടിയും സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഉടുത്തേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ്. അതിൽ ഫുൾ ഇതുപോലെ ഡിജിറ്റൽ, ഇത് പ്രിന്റ് അല്ലേ? പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ്. പ്രിന്റ് ആണ് ഓവറോൾ. ഇനി ഇതിൻ്റെ മുന്താണി നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ. ഇത് മുന്താണിയിൽ എന്ന് വെച്ചാൽ ഓവറോൾ ഫുൾ ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ്, ഇതാണ് ബ്ലൗസ് പീസ്. ചെറിയ വർക്കൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലും കളേഴ്സ് ഉണ്ട്. നമ്മൾ മട്ക കോട്ടണിൽ ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം മട്ക കോട്ടണിൽ ഡിഫറെൻറ്റ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത്. കോൺട്രാസ്റ്റിലും വരുന്നുണ്ട്. ഇത് മട്ക കോട്ടണിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ്. ഓവറോൾ പ്രിൻറ്റും ടെസൽസും സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ മുന്താണിയുടെ പോർഷനാണ് വരുന്നത് കേട്ടോ. മട്ക കോട്ടണിൽ ഫുൾ നിവർത്തുന്നില്ല. ഇതൊക്കെ അങ്ങനെ ഒരു കളക്ഷൻ. മട്ക കോട്ടനും കോട്ട ചെക്ക് മെറ്റീരിയൽ. പിന്നെ ഏതൊക്കെ മെറ്റീരിയലാണ് കൂടുതൽ? ഇത് രണ്ടാം മെയിനായിട്ട് ഉള്ളത് കേട്ടോ. ചന്തേരിയിലും ഉണ്ട്. അപ്പോൾ ഇത് മട്ക കോട്ടൺ തന്നെ. മട്ക കോട്ടൺ തന്നെ. ഇതാ ചന്തേരിയിൽ ഗോൾഡൻ ബോർഡർ. ചന്തേരിയിൽ ബ്രഷ് പെയിന്റ്. ഈ ചന്തേരി ഗോൾഡൻ്റെ ബോർഡർ വരുന്നുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റ് ആട്ടോ ഈ ചന്തേരി കേട്ടോ. ഫുൾ ഓവറോൾ ബ്രഷ് പെയിൻറ്റ്. ഇതിൻ്റെ മുന്താണിയുടെ പോർഷനാട്ടോ ഈ കാണുന്നത് ബ്രഷ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളി ഇരിക്കുന്നത് സാരീസാണ് കേട്ടോ. മൊത്തം ലൈൻസിൽ ലഹരിയിൽ ഇത് കാണുന്നത് ബ്ലൗസ് ഇത് ബ്ലൗസ് പീസ്, ഇത് മുന്താണി. ഓവറോൾ ഇത് ആ ഒരു റണ്ണിങ് അങ്ങനെ തന്നെ വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇതൊക്കെ ആ ഒരു മട്ക കോട്ടൺ മെറ്റീരിയലിൽ പ്രിൻസ് വരുന്ന സാരീസാണ് കേട്ടോ.
ഓക്കെ ഇത് ത്രെഡ് print with embroidery. പ്രിന്റ് വിത്ത് എംബ്രോയിഡറി ബോർഡർലെസ് Scallop with embroidery. എംബ്രോയിഡറി കേട്ടോ, പ്രിന്റ് അല്ല എംബ്രോയിഡറി ആണ് വിത്ത് സ്കാലപ്പ്. ഇതൊക്കെ സെയിം അത് തന്നെ അല്ലേ? Polygicha cotton. പോളിഗീച്ച കോട്ടൺ. Polygicha. കേച്ച Gicha. ഗീച്ച പോളിഗീച്ച കോട്ടൺ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പോളിഗീച്ച കോട്ടൺ മെറ്റീരിയലുള്ള സാരി. പ്രിന്റ് നോക്കുക, അടിപൊളിയാണ്. ഈ പ്രിന്റ് വാഷ് ചെയ്ത കംപ്ലൈൻറ്റ് വരില്ല അല്ലേ ഇതിലും? അവർക്കറിയാം, കാരണം അവർ ഫാക്ടറി ആണല്ലോ, അപ്പോൾ അവർക്കറിയാം ഇത് വാഷ് ചെയ്താൽ കംപ്ലൈൻറ്റ് വരുമോ വരില്ല എന്നുള്ളത്. ഇതിൻ്റെ മുന്താണി നോക്കിയേ, ഇതായിരിക്കും ഇതിൻ്റെ മുന്താണി. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റും കൂടിയാണ്. ഉടുത്താൽ ഇങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ ഇടുന്നോളും, ആ ടൈപ്പ് ആയിട്ടുള്ളതാണ്. ഇത് മട്ക കോട്ടണിൽ ഇത് ഫുൾ ഓവറോൾ ലൈന്. പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. വലിയ വലിയ മാങ്ങ ഡിസൈനൊക്കെ ആയിട്ടുള്ളത്. കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വരുന്നത് ആ ഒരു റേഞ്ചാണ് വരുള്ളൂ. പിന്നെ ഇതൊക്കെ ഭാഗൽപുരി സ്റ്റൈൽ ആഹാ എന്ത് രസമല്ലേ. ഫുട്ബോൾ മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാരിയിൽ. അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുമ്പോൾ ഈ ഒരു പോർഷനാണ് പല്ലുവിൻ്റെ പോർഷൻ വരുന്നത്. പിന്നെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. ആ സ്ലീവ് പോർഷനിൽ നമുക്ക് ഈ ഇങ്ങനെ തയ്ക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ബോർഡർ വരുന്നുണ്ട് മട്കയിൽ. പിന്നെ തപ്പി കൊണ്ടുവരികയാണ്. ഇത് ചെക്കിൽ ചെക്കിൽ ഫുൾ ബ്രഷ് പെയിൻറ്റ് വിത്ത് ടെസൽസോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഓവറോൾ ലുക്ക് ഇങ്ങനെയായിരിക്കും കേട്ടോ, ഫുൾ ബ്രഷ് പെയിൻറ്റ്. ഇതിൻ്റെ മുന്താണിയിലും ആ ഒരു ബ്രഷ് പെയിൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ, അടിപൊളി. ഇത് പ്രിൻ്റ് ചെയ്താ എന്തോ വിത്ത് പ്രിൻറ്റഡ് ആണ്. ഈ പ്രിൻറ്റിന് എന്താ പറയുക? മധുബനി പ്രിൻ്റ് ആണ് വരുന്നത്. മധുബനി പ്രിൻറ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കാം. ഇതാണ് മധുബനി പ്രിൻറ്റ് സാരിയിൽ കണ്ടോ. ആ പ്രിൻ്റൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിലാണ്. ശരിക്കും ആ വള്ളയറൊക്കെ ഇടണം, എന്നാലേ ഒരു രസം വരുള്ളൂ, കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് നെറ്റ് കോട്ടയിൽ തന്നെ മധുബനി പ്രിൻറ്റ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. കോൺട്രാസ്റ്റ് അല്ല ശരിക്കും. ആക്ച്വലി ഈ പച്ച കണ്ടപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ആണെന്ന് വിചാരിച്ച ബോർഡർ മാത്രം ആ ഒരു കോൺട്രാസ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബാക്കി ഓവറോൾ ഈ ഒരു വർക്ക് തന്നെ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഇതും മധുബനി പ്രിൻറ്റ്. നമ്മൾ ശരിക്കും ദുപ്പട്ടയിൽ കണ്ടില്ലേ, സെയിം അത് തന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഫുൾ ഓവറോൾ പ്രിൻ്റാണ് കണ്ടോ, ഓവറോൾ പ്രിൻറ്റ്. ഇതൊക്കെ ഇട്ടിട്ട് നടക്കണം ഇപ്പോഴാണ് രസം. ഇത് ഏതാ മെറ്റീരിയൽ? നെറ്റ് കോട്ടയിൽ തന്നെ കണ്ടോ. നെറ്റ് കോട്ടയിൽ ഇത് ഫുൾ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഓവറോൾ. അപ്പോൾ പ്രിൻറ്റുകൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതേതാ? മട്ക കോട്ടണിൽ. ഇത് മട്ക കോട്ടണിൽ കേട്ടോ. മട്ക കോട്ടൺ കുറച്ച് കോട്ടൺ കൂടുതൽ നല്ല സ്റ്റിഫ് എന്ന് അത്ര പറയാൻ പറ്റില്ല, എന്നാലും ഒതുങ്ങി നിൽക്കുന്ന കോട്ടൺ. ഇതും അതിനേക്കാളും സോഫ്റ്റ്. ഇത് നെറ്റ് കോട്ടയിൽ ഫുൾ ആ ഒരു ചെടിയുടെ പ്രിൻറ്റും ബാന്തിനിയുടെ പ്രിൻറ്റാണ് ഓവറോൾ വന്നിരിക്കുന്നത്. ഇത് ഇട്ടാൽ അവിടെ അങ്ങോട്ട് കിടന്നോളൂ, അതാണ് അതിൻ്റെ സുഖം. അങ്ങനെ കുറേ ഉണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇനി അവർ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടോട്ടെ. ഇനി കുറച്ചുകൂടി ടോപ്സ് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഫുൾ കാണുന്നത് ദുപ്പട്ടാസ്. ഇനി പ്രിൻറ്റിൻ്റെ ടോപ്സിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി ആ ഒരു സെക്ഷനും കൂടി ഒന്ന് കവർ ചെയ്യാം. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഈ പോർഷനിലും നമുക്ക് ടോപ്സ് വരുന്നുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു ഭാഗൽപുരി സ്റ്റൈലിലുള്ള കളക്ഷൻസാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് വീവിങ്ങും പ്രിൻറ്റും ഒക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് യോക്കിൽ ഇങ്ങനെ വർക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഡീറ്റെയിലിംഗ്, ബട്ടൻ്റെ ഡീറ്റെയിലിംഗ്, ടെസൽസിൻ്റെ അങ്ങനത്തെ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് പ്രിൻറ്റിൽ വരുന്ന കളക്ഷനാണ് ടോപ്പ് പോർഷനിൽ വരുന്നത് കേട്ടോ. ഇതും ആ ഒരു സംഭവം തന്നെ. നമുക്ക് ഇതിൻ്റെ കുറേ പ്രിൻറ്റ്സ് ഉണ്ട്, എംബ്രോയ്ഡറിയിലുണ്ട്. ഇത് സെയിം ഒറ്റ ഇത് മെറ്റീരിയലിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സാണ് കാണിക്കുന്നത്. ഇത് നോക്കിയേ, ഇതൊക്കെ യോക്കിലത്തെ വർക്കാ, സൈഡ് വർക്കാ? സൈഡിൽ ഇങ്ങനെ ഒരു വർക്ക് വരും കേട്ടോ. നമ്മൾ തയ്ച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഇത് എംബ്രോയ്ഡറി വർക്കാണിത്, എംബ്രോയ്ഡറി വിത്ത് പേൾഡ് ഡീറ്റെയിലിംഗ്. പിന്നെ ഇത് പാച്ച് വർക്ക്, യോക്കിൽ വരുന്ന വർക്ക്. അതിൻ്റെ കളേഴ്സാണില്ല, കാന്ത ഒറിജിനൽ കാന്തേര വർക്കാണ് കേട്ടോ ഈ ഒരു യോക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കാന്ത, അതുപോലെ ഗോട്ടാപട്ടി, അതുപോലെ ഒറിജിനൽ കാന്തേര വർക്ക് ഫുൾ പ്രിൻറ്റിലാണ് വരുന്നത്. പ്രിൻറ്റുകൾ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പ്രിൻറ്റ്സാണ്, അവൈലബിൾ ആണ്. പിന്നെ പലതരം എംബ്രോയ്ഡറി വർക്ക്. ഇതെടുത്ത
ഇത് मशीन वर्क ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വർക്ക് കാണാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. കണ്ട ഫ്രഞ്ച് നോട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് വർക്കാണ് ഫുൾ. ഇതൊക്കെ യോക്കിൽ വരുന്ന വർക്ക്. അതെ, ബീഡ് വർക്ക് വേണമെങ്കിൽ ബീഡ് വർക്ക്, അങ്ങനെ വർക്കുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും. ഇത് ഫുൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ. ഇതെടുത്ത് ഇതെന്തോ ഒരു വർക്ക് കണ്ടിട്ടാണ് ഞാൻ ഈ തുറന്ന് നോക്കിയിരിക്കണത്. ഇതൊക്കെ ഇങ്ങനെ യോക്ക് പോർഷനിൽ വരുന്ന വർക്കുകളാണ് കേട്ടോ. യോക്ക് പോർഷനിൽ വരുന്ന വർക്ക് കുറേ ഉണ്ട്. കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ തീരില്ല കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ വിസിറ്റ് ചെയ്ത് എവിടെയാണെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്. ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കുക. വിളിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്പർ അഡ്രസ്സ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കിട്ടും. അഡ്രസ്സ് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഒരു ഏരിയയിൽ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ ഒരു സപ്ലൈ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരാം. നേരിട്ട് വന്നിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് മേടിക്കണമെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ ആയാലും മേടിക്കണമെങ്കിൽ മേടിക്കുക. നമ്മളിത് മൊത്തത്തിൽ അങ്ങോട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് അഡ്രസ്സ് അറിയണമെന്ന് വെച്ചാൽ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഈ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഒരു പാച്ച് വർക്ക് പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇനി മതി തപ്പിയത്, അത് കഴിഞ്ഞ് അവർ വന്നിട്ട് തപ്പട്ടെ. അല്ല, അവർക്കും തപ്പാനൊരു സമയം കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഫോൺ നമ്പർ ഉണ്ട് ഇവിടെ. ഫോൺ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ. പിന്നെ ഇത് ഫുൾ ഒരു ഭാഗൽപുരി സ്റ്റോറാണ്. കടയുടെ പേര് सहर सिल्क. സഹർ സിൽക്ക്. നല്ല പേരല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സഹർ സിൽക്ക് ഭയങ്കര സിമ്പിൾ ഹമ്പിളാന്ന് കാണാനല്ല കേൾക്കാനൊരു രസം. SAHR സഹർ സിൽക്ക് ഭാഗൽപുരി സ്റ്റോർ അല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.